നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകത്തിലെ ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കാണ് ശ്രീനന്ദയുടെ മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ശ്രീനന്ദയുടെ ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട്. പലയിടത്തും അസ്ഥികൾ പൊട്ടിയിട്ടുണ്ട്. പരിക്കുകൾ വീഴ്ചയിൽ സംഭവിച്ചതാണെന്നും മരണത്തിൽ മറ്റ് അസ്വാഭാവികത ഇല്ലെന്നുമാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമാകാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം ശ്രീനന്ദയുടെ മൃതദേഹം ഇന്ന് ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിച്ച് സംസ്കരിക്കും. രാവിലെ 10 മണിവരെ പൊതുദർശനമുണ്ടാകും. 10:30 സംസ്കാര ചടങ്ങുകൾ നടത്തുക. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ലക്കിടി തിരുവല്ലാമല ഐവർ മഠത്തിലാണ് ശ്രീനന്ദയുടെ മൃതദേഹം സംസ്കരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം 4 ദിവസം നീണ്ടുനിന്ന തിരച്ചിലായിരുന്നു പെൺകുട്ടിയെ കണ്ടെത്താൻ. ഏവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, വനത്തിൽ ട്രക്കിങ്ങിന് പോയ ശരണ്യ കാട്ടിൽ അകപ്പെട്ടു പോയി. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം ശരണ്യെ കണ്ടെത്തി ഊർജ്ജസ്വലയായിട്ട് തന്നെ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ശ്രീനന്ദയും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയോടെയാണ് ഏവരുമായിരുന്നത്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. നമ്മൾ 1500 അടി താഴ്ചയിൽ നിന്ന് ശ്രീനന്ദയുടെ മൃതദേഹം ഇന്നലെ ഉച്ചയോടെയാണ് കണ്ടെത്തിയത്. കുട്ടിയെ കാണാതായ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് 1500 അടി താഴെ നിന്നാണ് മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. തെർമൽ ഡ്രോണിന്റെ മോണിറ്ററിൽ ശ്രീനന്ദയുടെ മൃതദേഹം പതിഞ്ഞിരുന്നു. കാണാനില്ലെന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്നും 1500 അടി താഴ്ചയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. മലയടിവാരത്ത് മുകളിലേക്ക് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മാത്രമല്ല, ഒരുപാട് ദിവസം നീണ്ടുനിന്ന പരിശോധന, വളരെ കഷ്ടപ്പാടുണ്ടായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് എത്താൻ സാധിച്ചതെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. കർണാടക പോലീസിന്റെ സോക്കോ ടീമും ഫോറൻസിക് വിദഗ്ധരും മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു. ശ്രീനന്ദയുടെ അച്ഛന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. ചിക്കമംഗളൂർ ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രി തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. എന്തായാലും ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട്. ശ്രീനന്ദയുടെ മൃതദേഹം എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇത് സംബന്ധിച്ച ദുരൂഹത ഇപ്പോഴും മാറിയിട്ടില്ല. അബദ്ധത്തിൽ ശ്രീനന്ദ ഇവിടേക്ക് വീഴാൻ ഒരു സാധ്യതയുമില്ല എന്ന് കുടുംബം ആവർത്തിച്ച് പറയുകയാണ്. ആരെങ്കിലും അപായപ്പെടുത്തി ഈ പ്രദേശത്ത് കൊണ്ടുവന്നിട്ടതാകാം എന്ന ഒരു ആരോപണവും കൂടി കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മുഖവിലക്കെടുക്കേണ്ട ഒരു ആരോപണം, അല്ലെങ്കിൽ മുഖവിലക്കെടുക്കേണ്ട ഒരു ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ആരോപണം പരിശോധിക്കുമെന്നും ഒരു സാധ്യതയും തള്ളില്ല എന്നും ചിക്കമംഗളൂർ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ചെങ്കുത്തായ മലയുടെ ഉള്ളിലേക്കുള്ള ഒരു ഭാഗത്തായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ബാബ ബുദ്ധൻഗിരിയിലെ ദത്താത്രേയ പീഠം സന്ദർശിച്ച് മാണിക്യധാര വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന ഭാഗത്തായിരുന്നു ശ്രീനന്ദ അപകടത്തിൽപ്പെട്ട സ്ഥലം. 4-ാം ദിവസമാണ്. 4 ദിവസം വലിയ രീതിയിലുള്ള ഒരു പരിശോധനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. 4-ാം ദിവസം വിഫലമായി ആ പരിശ്രമങ്ങളെന്ന ഒരു വാർത്ത മനസ്സിലാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ശ്രീനന്ദയുടെ മാതാപിതാക്കൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. അവരെ ആശ്വസിപ്പിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്തായാലും വലിയ വേദനാജനകമായ സംഭവം തന്നെയാണ് അരങ്ങേറിയിരിക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷ പൂർത്തിയാക്കി കുടുംബാംഗങ്ങൾക്കും അയൽക്കാർക്കും ഒപ്പം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്ത് നിന്ന് ഹംപിയിലെത്തിയ ശേഷമാണ് ശ്രീനന്ദ ഉൾപ്പെട്ട സംഘം ചിക്കമംഗളൂരിൽ എത്തിയത്. കടപ്പടിപ്പുറം സ്വദേശി രമേശിൻ്റെയും രോഹിണിയുടെയും മകളാണ് ശ്രീനന്ദ. 14 വയസ്സുകാരിയാണ്. എന്തായാലും ദുരന്തം കുട്ടിയുടെ ജീവൻ കവർന്നിരിക്കുന്നു. ചിക്കമംഗളൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇതിനായി 2 ഡോക്ടർമാരെ പ്രത്യേകം നിയോഗിച്ചിരുന്നു. മാത്രമല്ല, പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ അടക്കം ചിത്രീകരിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി. പെൺകുട്ടിയുടെ മരണത്തിൽ നിലവിൽ ദുരൂഹതകളില്ല എന്നാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാല് തെറ്റി വീണതാകാനാണ് സാധ്യതയെന്നും ചിക്കമംഗളൂർ SP ജിതേന്ദ്രകുമാർ പറയുകയുണ്ടായി. വളരെ പ്രശസ്തമായ വിനോദസഞ്ചാര സ്ഥലമാണിത്. 42 പേർക്കൊപ്പമാണ് കുട്ടി അവിടെ എത്തിയത്. 100-ലധികം പേരും ആ സ്ഥലത്തുണ്ടായിരുന്നു. ആരെങ്കിലും ബോധപൂർവ്വം എന്തെങ്കിലും കരുതിക്കൂട്ടി ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റ് ദുരൂഹത അല്ലെങ്കിൽ മറ്റ് സാധ്യതകൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്നായിരുന്നു SP-യുടെ മറുപടി. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൂടുതൽ വ്യക്തത വരുമെന്നും SP അറിയിച്ചിരുന്നു. കാണാതായ സ്ഥലത്തിന് അധികം ദൂരെയല്ലാതെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ പ്രദേശം ശക്തമായ ബാരിക്കേഡുകൾ കൊണ്ട് സുരക്ഷിതമാണെന്നും ഇവിടേക്ക് വരാനും പോകാനും ഒരു വഴി മാത്രമാണുള്ളതെന്നും SP
പറഞ്ഞു. എന്തായാലും വേദനാജനകമായ വാർത്തയാണ്. അമ്മയും അച്ഛനും വളരെ വേദനയോടെ ആയിരിക്കുന്നു. മാത്രമല്ല ഉറ്റവർ, നാട്ടുകാർ അടക്കമുള്ളവർ വളരെ വേദനയോടെ ആയിരിക്കുകയാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു നന്ദു, ശ്രീനന്ദ. ജീവനോട് തിരികെ വരണേ എന്ന പ്രാർത്ഥനയിൽ ഒരു നാടാകെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ആ നാടിൻ്റെ പ്രാർത്ഥനകളൊക്കെ വിഫലമാക്കിയാണ് കഴിഞ്ഞ ഉച്ചയ്ക്ക് ആ ഒരു വാർത്ത പുറത്തു വന്നത്, കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത. തിരച്ചിലിൻ്റെ ഓരോ ഘട്ടവും അറിയാൻ നാട്ടുകാർ കടമ്പഴിപ്പുറം കുത്തറയിൽ ശ്രീനന്ദയുടെ വീട്ടിലെത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് വഴിതെറ്റിയതാകാമെന്നും കഴിഞ്ഞ ദിവസം കാട്ടിൽ കാണാതായി പിന്നെ തിരിച്ചെത്തിയ നാദാപുരത്തെ ശരണയെ പോലെ ശ്രീനന്ദയും വരുമെന്നും ചിലർ ബന്ധുക്കളെയും നന്ദുവിൻ്റെ സഹോദരനെയും ഒക്കെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം വിഫലമായി പോയി എന്നതാണ് ഏറെ വേദനാജനകം. എന്തായാലും ആ വീട്ടിലേക്ക് ശ്രീനന്ദ ജീവനോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വളരെ ആഘോഷത്തോടെ ഒരു ട്രിപ്പിന് പോവുകയായിരുന്നു അവർ. പക്ഷെ തിരിച്ച് വീട്ടിലേക്ക് ചേതനയറ്റ രീതിയിൽ ശ്രീനന്ദ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഉറ്റവർ അടക്കം ആ അമ്മയും അച്ഛനെയും സഹോദരനെയും ഒക്കെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് വാക്കുകളില്ലാതെ വിതുമ്പുകയാണ് ഉറ്റവർ. ഏക സഹോദരി നഷ്ടമായെന്ന് കേട്ട് ആകെ തളർന്ന അവസ്ഥയിലാണ് ആ ശ്രീനന്ദയുടെ സഹോദരൻ. ശ്രീനന്ദയുടെ കുടുംബവും അയൽവാസികളും ഉൾപ്പെടെ 40 അംഗ സംഘം കഴിഞ്ഞ 4-നായിരുന്നു കർണാടകയിലേക്ക് വിനോദയാത്ര പോയത്. പഠന തിരക്കുണ്ടായിരുന്നതിനാൽ സഹോദരൻ സച്ചു പോയിരുന്നില്ല. ചൊവ്വാഴ്ച രാത്രി മടങ്ങാനായിരുന്നു ഇവരുടെ തീരുമാനം. ഇതിനിടെയാണ് ശ്രീനന്ദയെ കാണാതായത്. ഫോട്ടോ എടുത്തും കൂട്ടത്തിലെ കുട്ടികളുമായി കളിച്ചും ചിരിച്ചും വലിയ സന്തോഷത്തിലായിരുന്നു കുട്ടിയെന്ന് ശ്രീനന്ദയുടെ പിതാവ് KG രമേശിൻ്റെ സഹോദരൻ KG ശശികുമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്തായാലും തിരച്ചിൽ ഏറെ ദിവസം നീണ്ടു നിന്നിരുന്നു. എല്ലാവരുടെയും നെഞ്ചെടുപ്പും അതേസമയം ഏറിക്കൊണ്ടിരുന്നു. മാത്രമല്ല ഈ അന്വേഷണ സംഘത്തിലെ നായ ഒരു കടയുടെ സമീപത്തെത്തി നിന്നിരുന്നു. അപ്പോൾ എന്തിനാ ആ നായ കടയുടെ ഭാഗത്തേക്ക് പോയി എന്ന ചോദ്യം വീട്ടുകാർ ഉന്നയിക്കുകയുണ്ടായി. അത്തരത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊരു ആവശ്യമാണ്, അല്ലെങ്കിൽ ദുരൂഹത ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ളൊരു ആവശ്യമാണ് വീട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. തിരച്ചിലിന്റെ 3-ാം ദിവസത്തിലാണ് സംഘത്തിലെ കുറച്ചുപേർ നാട്ടിലേക്ക് തിരിച്ചത്. ശ്രീനന്ദയുടെ മാതാപിതാക്കളായ രമേശ്, രോഹിണി, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുൾപ്പെടെ അവിടെ തങ്ങിയിരുന്നു. തിരച്ചിൽ നടത്താൻ സജ്ജരായി നാട്ടിൽ നിന്ന് യുവാക്കളുടെ സംഘവും പോയിരുന്നു. പാലക്കാട് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് SI സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘവും സ്ഥലത്തെത്തിയിരുന്നു. പഠനത്തിലും കലാരംഗത്തും ഒക്കെ മിടുക്കിയായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ശ്രീനന്ദ. 10-ാം ക്ലാസ് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന ശ്രീനന്ദയെക്കുറിച്ച് അധ്യാപകർക്കും മറ്റുള്ള എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. പഠനത്തിൽ മിടുക്കിയായ ശ്രീനന്ദ ഗാനാലാപനം, ഡാൻസ് തുടങ്ങിയ ഇനങ്ങളിൽ മികവറിയിച്ച കുട്ടിയാണ്. സംസ്ഥാനതല ശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള എന്നിവയിൽ സമ്മാനം നേടിയിട്ടുള്ള കുട്ടിയാണ്. എന്തായാലും ബന്ധുക്കളൊക്കെ ഒരു ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ശ്രീനന്ദ വെള്ളച്ചാട്ടം കണ്ട ശേഷം പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. മൃതദേഹം കിട്ടിയ ചെരുവ് ഗ്രൗണ്ടിന് മറുവശമാണ്. ഈ ഭാഗത്തേക്ക് കുട്ടി പോയിട്ടില്ല എന്നും കാണാതായത് വ്യൂ പോയിന്റിൽ നിന്നാണ്. മൃതദേഹം കിട്ടിയിടത്ത് ഇന്നലെയും തിരച്ചിൽ നടത്തിയിരുന്നു. ശ്രീനന്ദ ചെറിയൊരു മോതിരം ധരിച്ചിരുന്നു. മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.